ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുപരമ്പരായ നമഃ. സമ്പ്രദായ പരമഗുരവേ നമഃ. പ്രസീദ പ്രസീദ പ്രസീദ. നമസ്തേ. ഞാൻ ശ്രീ ഗുരു സായി പ്രീത്. ഇന്ന് ഞാനൊരു മഹാമന്ത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പരകോടിയായ മഹാ അവതാരങ്ങളിലൊന്നായ ശ്രീനാരായണ ഗുരുദേവൻ ദർശിച്ച് സൃഷ്ടിച്ച് നൽകിയ ഹോമമന്ത്രം എന്ന മഹാമന്ത്രത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. പരബ്രഹ്മമായ ബ്രഹ്മാഗ്നിയെ ചിന്തിച്ചുകൊണ്ട്, വിചാരിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ജപിക്കാവുന്ന ഈ മഹാമന്ത്രം നിങ്ങളുടെ സകല പാപങ്ങളെയും ദോഷങ്ങളെയും ബന്ധനങ്ങളെയും ദഹിപ്പിച്ചു കളയുകയും നിങ്ങളുടെ മനോബുദ്ധി അഹങ്കാര ചിത്ത അന്ധക്കരണത്തെയും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തെയും നിങ്ങളുടെ ഗൃഹത്തെയും ബാധിച്ചിരിക്കുന്ന സർവ്വ ദുരിതങ്ങളെയും ദോഷങ്ങളെയും ദഹിപ്പിച്ച് നിങ്ങൾക്ക് ശ്രേയസ്സും പ്രേയസ്സും അന്ത്യത്തിൽ മോക്ഷവും നൽകുന്നതാണ്. ഈ മഹാമന്ത്രം ജപിച്ച് എല്ലാവർക്കും സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോമമന്ത്രം ഇതാണ്. ഓം അഗ്നേതവയത്തേജസ്തദ്ബ്രാഹ്മം മദസ്തം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം ന പ്രസീദ പ്രസീദ ശ്രേയച്ഛ പ്രേയച്ഛ പ്രയച്ഛ സ്വാഹാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മന്ത്രം എല്ലാവരും ദിവസേന ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സ്മരിച്ച് അദ്ദേഹത്തിൻ്റെ നാമം 3 പ്രാവശ്യം ജപിച്ചിട്ട് ഈ മഹാമന്ത്രം 16 പ്രാവശ്യം ജപിക്കുക. അഗ്നിഹോത്രം ചെയ്യുന്നവർക്ക് അഗ്നിഹോത്ര മന്ത്രങ്ങൾക്ക് ശേഷം ഈ മന്ത്രം നെയ്യെടുത്ത് ജപിച്ച് ഹോമിക്കാവുന്നതാണ്. എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാകട്ടെ. ഗുരുപരമ്പരയുടെ പരമാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.